കൊട്ടിഘോഷിക്കുന്ന പൊതുമരാമത്ത് പെരുമയുടെ പൊള്ളത്തരം വിളിച്ചോതുന്നതാണ് ഇന്ന് അരൂർ തുറവൂർ പാതയിലെ എരമല്ലൂരിൽ കുടുംബം പോറ്റാൻ പെടാപ്പാടുപെടുന്ന ഒരു സാധാരണക്കാരന്റെ ജീവനെടുത്തത്. ഒരു സുരക്ഷയുമില്ലാതെ, വേണ്ടത്ര മുൻകരുതലുകൾ ഒന്നുമില്ലാതെ ഉയരപ്പാതയ്ക്ക് മുകളിൽ സ്ഥാപിക്കുകയായിരുന്ന ഗർഡർ നിലം പതിക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്ത സംഭവം എത്രയൊക്കെ മൂടിവെച്ചാലും മറച്ചുവെച്ചാലും പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയുടെ മകുടോദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടും. തമിഴ്നാട്ടിൽ നിന്ന് കോഴിമുട്ടിയുമായി വരികയായിരുന്ന പിക്കപ്പ് വാനിന് മുകളിലേക്കാണ് 8000 കിലോയെങ്കിലും ഭാരം വരുന്ന ഗർഡർ പതിച്ചത്. ഗർഡറിനിടയിൽ കുടുങ്ങിയ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷിന്റെ മൃതദേഹം 3.5 മണിക്കൂർ ശ്രമിച്ചതിന് ശേഷമാണ് പുറത്തെടുക്കാൻ പോലും സാധിച്ചത് തന്നെ. റോഡ് അടച്ചിടാതെയാണ് നിർമ്മാണ ജോലി നടത്തിയിരുന്നത് എന്നത് തന്നെ അനാസ്ഥയുടെ ഏറ്റവും വലിയ തെളിവാണ്. അപകട സാധ്യത മുന്നിൽ കണ്ടുള്ള ഒരു കരുതൽ നടപടികളും പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിച്ചിരുന്നില്ല. പതിവായി പറയുന്നത് പോലെ ഇതും ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് ഒരുപക്ഷെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർക്ക് കൈകഴുകാനാകുമായിരിക്കും. പക്ഷേ അടിക്കടി ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതും അവിടെ നിരപരാധികളുടെ ജീവൻ പൊലിയുന്നുണ്ട് എന്നതും കണ്ണടച്ചു കളയാവുന്ന ഒന്നല്ല. ഈ അടുത്ത കാലങ്ങളിൽ തന്നെ എത്രയെത്ര അപകടങ്ങൾ സമാനമായ രീതിയിൽ നടന്നിരിക്കുന്നു. ഓരോ തവണ അപകടമുണ്ടാകുമ്പോഴും മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഒരു അന്വേഷണം പ്രഖ്യാപിക്കും. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യും. കരാറെടുത്ത നിർമ്മാണ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തും. കഴിഞ്ഞു പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവാദിത്വം. പതിയെ പതിയെ പുതിയ വാർത്തകൾ എത്തുന്നതോടെ നാം ജനങ്ങളും പഴയതെല്ലാം മറക്കും. അതിനപ്പുറം ജനങ്ങളുടെ ജീവൻ കാക്കാനുള്ള ഒരു സുരക്ഷാ മുൻകരുതലുകളും അടുത്ത നിർമ്മാണത്തിൽ പോലും സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകുന്നില്ല. ഇവിടെ കേരള പൊതുമരാമത്ത് വകുപ്പിന്റെ വിശ്വാസ്യത തന്നെയാണ് തകരുന്നത് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇനി എന്നാകും മനസ്സിലാക്കുക. ഇക്കഴിഞ്ഞ 3 മാസത്തെ കണക്കെടുത്താൽ തന്നെ എത്രയെത്ര പാലങ്ങൾ തകർന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 4-നാണ് മാവേലിക്കര കീച്ചേരിക്കടവ് പാലത്തിന്റെ ബീം തകർന്നു വീണ് 2 തൊഴിലാളികൾ മരിച്ചത്. ചെന്നിത്തല ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് കീഴ്ച്ചേരിക്കടവ്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ ചുമതലയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും അസിസ്റ്റന്റ് എഞ്ചിനീയറെയും ഓവർസിയറെയും സസ്പെൻഡ് ചെയ്യാൻ മന്ത്രി നിർദ്ദേശം നൽകി. ഒപ്പം നിർമ്മാണ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി. അവിടെ കഴിഞ്ഞു ഉത്തരവാദിത്വം. കഴിഞ്ഞില്ല, അതേ മാസത്തിൽ കൊയിലാണ്ടി തോരായിക്കടവ് പാലം തകർന്നു. 40ഓളം ആളുകൾ ഒരേ സമയം ഗർഡർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴായിരുന്നു അപകടം. പതിവ് പോലെ ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരി അവിടെയും രക്ഷപ്പെട്ടു. പക്ഷേ പാലത്തിന്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ടെന്ന് ആരോപിച്ച് കിഫ്ബി രംഗത്തെത്തി. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൂളിമാട് പാലം തകർന്നു വീണത് 2022-ലായിരുന്നു. നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ ഘട്ടത്തിലായിരുന്നു കൂളിമാട് പാലം തകർന്നത് എന്ന് ഓർക്കണം. ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66-ൽ എത്രയെത്ര സ്ഥലങ്ങളിൽ അപകടമുണ്ടായിരിക്കുന്നു. കേരളത്തിന്റെ മേന്മ കൊണ്ടാണ് ഇവിടെ ദേശീയപാത വന്നത് എന്ന് മേനി നടിച്ചിരുന്നവർ അപകടം നടന്നതോടെ ദേശീയപാത കേന്ദ്രത്തിൻ്റെതാക്കി. മലപ്പുറം ജില്ലയിലെ കൂരിയാട്, കാസർഗോഡ് ജില്ലയിലെ പെരിയ, കണ്ണൂരിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി. അതിന് കുറ്റം കേന്ദ്ര സർക്കാരിനായിരുന്നു. നല്ലത് വരുമ്പോൾ ക്രെഡിറ്റ് എടുത്തു, അപകടം സംഭവിച്ചപ്പോൾ കൈ കഴുകി. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇങ്ങനെ എത്രയെത്ര അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അപ്പോഴെല്ലാം ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കാനല്ലാതെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പറ്റുക എന്ന് ചിന്തിക്കാൻ തയ്യാറാകാത്തതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് തുറവൂരിനടുത്ത് എരുമല്ലൂരിലുണ്ടായ അപകടം. എരുമല്ലൂർ തെക്ക് ഭാഗത്ത് ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനിടെ ജാക്കിയിൽ നിന്ന് തെന്നിമാറി കോൺക്രീറ്റ് ഗർഡറുകൾ നിലം പതിക്കുകയായിരുന്നുവെന്നാണ് അപകടത്തെക്കുറിച്ച് ലഭിക്കുന്ന വിശദീകരണം. 3 ഗർഡറുകളാണ് ഈ ഭാഗത്ത് സ്ഥാപിച്ചത്. ഇതിൽ ഒരെണ്ണം പൂർണ്ണമായി നിലം പതിച്ചു, മറ്റൊന്ന് ചരിഞ്ഞ നിലയിലാണ്. തൂണുകൾക്ക് മുകളിലെ ചിറക് വിരിച്ചിരിക്കുന്ന പിയർ ക്യാപ്പിന് മുകളിലുള്ള ബിയറിങ്ങിലാണ് ഗർഡറുകൾ സ്ഥാപിക്കുന്നത്. സാധാരണ ലോഞ്ചിങ് ഗാൻട്രിയുടെ സഹായത്തോടെയാണ് കോൺക്രീറ്റ് ഗർഡറുകൾ സ്ഥാപിക്കാറുള്ളത് എങ്കിലും ഇവിടെ ടോൾ പ്ലാസ വരുന്ന ഇടമായതിനാൽ ലോഞ്ചിങ് ഗാൻട്രി സ്ഥാപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് 2 ക്രെയിനുകൾ ഉപയോഗിച്ച് ഗർഡറുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങിയത്. 32 മീറ്ററാണ് ഒരു ഗർഡറിന്റെ നീളം. ഭാരം ഏകദേശം 80 ടൺ അഥവാ 8000 കിലോ വരും. തൂണുകൾക്ക് മുകളിലെ ഹൈഡ്രോളിക് ജാക്കികൾക്ക് മുകളിൽ ഗർഡറുകൾ കയറ്റി ഇവിടെ നിന്ന് ബിയറിങ്ങിന് മുകളിലേക്ക് ഉയർത്തി മാറ്റുന്നതിനിടെ 2 തൂണുകളിൽ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഹൈഡ്രോളിക് ജാക്കി തകരാറിലാകുകയും കോൺക്രീറ്റ് ഗർഡറുകൾ ചരിഞ്ഞ് താഴേക്ക് പതിക്കുകയുമായിരുന്നു. 3.5 മണിക്കൂറിന് ശേഷമാണ് ഗർഡർ ഉയർത്തി വാഹനം പൊളിച്ച് രാജേഷിന്റെ മൃതദേഹം പുറത്തെടുത്തത്. പ്രദേശത്ത് അപകടം നിത്യസംഭവമാണ് എന്ന് നാട്ടുകാർ പറയുന്നു. കുറച്ചു ദിവസം മുൻപും അപകടമുണ്ടായിരുന്നു.
ഓരോ തവണ അപകടമുണ്ടാകുമ്പോഴും പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ നടപടിയൊന്നും ഉണ്ടാകാറില്ല എന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. റോഡ് അടച്ചിട്ട് നിർമ്മാണം നടത്തിയിരുന്നുവെങ്കിൽ ദുരന്തം ഉണ്ടാകില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ ഗതാഗതം ബ്ലോക്ക് ചെയ്യുന്നതടക്കമുള്ള ഒരു നടപടിയും ഇവിടെ സ്വീകരിച്ചിരുന്നില്ല. ഈ അപകടങ്ങളെല്ലാം തെളിയിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ നിസ്സംഗതയും ഒപ്പം മേൽനോട്ടത്തിന്റെയും സുരക്ഷാ മുൻകരുതലുകളുടെയും അഭാവവും അനാസ്ഥയുമാണ്. ഓരോ തവണയും അന്വേഷണം പ്രഖ്യാപിച്ച് ഒരു സസ്പെൻഷൻ നടപടിയും കരിമ്പട്ടികയിൽപ്പെടുത്തലും ചെയ്യുന്നതോടെ എല്ലാം തികഞ്ഞുവെന്നാണ് പൊതുമരാമത്ത് മന്ത്രി ധരിക്കുന്നത് എങ്കിൽ പിന്നെ എന്തു പറയാനാണ്? ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുകയും ജനങ്ങൾ കൊല്ലപ്പെടുന്നത് തുടർക്കഥയാകുകയും ചെയ്യും. മുഖ്യമന്ത്രിയാകട്ടെ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിലാണ്. മരുമകൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇതൊന്നും അന്വേഷിക്കില്ലേ? അതോ ഇനി അറിയുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ആരോഗ്യവകുപ്പിന് കീഴിൽ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചപ്പോഴും മുഖ്യമന്ത്രിക്ക് മൗനമായിരുന്നല്ലോ.